നികേഷ് നിധിയോട് ചോദിക്കും, ഇന്നേടത്തി എണീക്കാൻ വൈകിയല്ലോ. നിധി പറയും, വീട് മാറി കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു, ഇന്നാണ് നന്നായിട്ടൊന്ന് ഉറങ്ങിയത്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയും, അവൾ പറഞ്ഞത് കേട്ടില്ലേ, അവൾക്ക് ഈ വീട്ടിലല്ലാതെ നന്നായിട്ട് ഉറങ്ങാൻ കഴിയില്ലെന്ന്. ഹരീഷ് പറയും, അതങ്ങനെ ആവണമെന്നില്ലല്ലോ, നമ്മൾ താമസിച്ച അവിടെ കൊതുകുണ്ടായിട്ട് ഇടത്തേക്ക് ഉറങ്ങാൻ കഴിയാതെ ഇരുന്നാലും മതിയല്ലോ. സുഭാഷ് പറയും, മോളെ വാ, ചായ എടുക്കാം. നിധി പറയും, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്നിട്ട് കുടിക്കാം, ഇന്നിനി ഓഫീസിൽ പോകണം. കുറേ ദിവസം ലീവ് എടുത്ത് ജോലിയായിട്ട് നടന്നാലേ ഓഫീസിൽ പോകാനൊരു മടി. സുധീഷ് പറയും, സാരമില്ല നിധി, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് പോവാം, ഓരോ മാസവും വേണേ പോവാം. നിധി പറയും, അയ്യോ ഇനി ലീവ് എടുക്കാനൊന്നും പറ്റില്ല, ഒരു 6 മാസത്തേക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. സുധീഷ് പറയും, എന്നാൽ ഒരു 6 മാസമായിട്ട് പോവാം. നിധി പറയും, ഓക്കെ. സുധീഷ് പറയും, കേട്ടോ, അവൾക്ക് എൻ്റെ കൂടെ ട്രിപ്പ് വരെ ഇഷ്ടമാണെന്ന്. സുധീഷ് അതിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വീട്ടിലേക്ക് ഒരു കാറ് വരും. സുധീഷ് പോയി നോക്കുമ്പോൾ സിദ്ധാർത്ഥ വയ്ക്കും, നിധിയില്ലേ ഇവിടെ? 3 ദിവസമായിട്ട് നിധി ലീവായിരുന്നല്ലോ. സുധി പറയും, അവൾ ലീവ് പറഞ്ഞതാണല്ലോ. അതെ, പക്ഷേ ഞാനിത് വഴി പോയപ്പോൾ ഒന്ന് കയറി നോക്കിയതാ, ഇനി നിധിക്ക് വല്ല അസുഖം ഉണ്ടോയെന്ന് അറിയാനേ. സുഭാഷ് വന്ന് സിദ്ധാർത്ഥിനെ അകത്തേക്ക് ക്ഷണിക്കും. എന്നിട്ട് നിധിയോട് പറയും, മോളെ ആരാ വന്നതെന്ന് നോക്ക്. സുഭാഷ് വേഗം പോയിട്ട് ചായ ഇടും. ചായ കുടിച്ചിട്ട് സിദ്ധാർത്ഥ പറയും, നന്നായിട്ടുണ്ട്. സുധിക്കാണെങ്കിൽ പക്ഷേ ഇതൊന്നും ഇഷ്ടാവുന്നില്ല. സുധി അവിടെ ഇട്ട് സിദ്ധാർത്ഥിനെ അടിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. സുധിയുടെ ഓരോ ഭാവങ്ങൾ കാണുമ്പോൾ സുഭാഷിക്ക് എന്താണ് നിനക്ക് പറ്റിയത്? സുധീഷറിയേ ഒന്നുമില്ല. നിധി സിദ്ധാർത്ഥനോട് പറയും, ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു, ഇന്ന് ഞാൻ ഓഫീസിലേക്ക് വരും. സിദ്ധാർത്ഥ പറയും, ഞാൻ ഓഫീസിലാകിയാ? സുധി പറയും, വേണ്ട, ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാവരും ഇറങ്ങാറുള്ളത്. സിദ്ധാർത്ഥ പറയും, ഓക്കെ, എന്നാൽ നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. സുഭാഷ് ജോലിക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നീതു സുഭാഷിനോട് വന്ന് സംസാരിക്കുകയാണ്. ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞ കാര്യങ്ങളെയൊക്കെ പറ്റി പറയും. സുഭാഷ് പറയും, അതിൻ്റെയൊക്കെ സത്യം ഞാൻ അറിഞ്ഞു. സുഭാഷ് ഏട്ടാ, എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ ആങ്ങള അവന് ദുഷ്ടനാണ്, അവരൊക്കെ എന്നെ എന്ത് ചെയ്യാനും മടിക്കില്ല. ഹരീഷിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും സുഭാഷേട്ടൻ്റെ കല്യാണം കഴിയാതെ ഹരീഷ് ഒരു കല്യാണം കഴിക്കില്ല. അവൻ പറയുന്നത് ഞങ്ങളുടെ കല്യാണം നടന്നു കഴിഞ്ഞാൽ അത് സുഭാഷേട്ടനെ ബാധിക്കുമെന്നാ. സുഭാഷേട്ടൻ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ സുഭാഷിന് മറുപടിയൊന്നും പറയാൻ കഴിയില്ല. സുഭാഷ് പറയും, ഞാൻ അവനോട് സംസാരിക്കാം. അയ്യോ, ഹരീഷിനോട് പറയില്ലേ, അതിൻ്റെ പേരിൽ അവൻ എന്നെ വേണ്ടെന്ന് വെക്കാൻ പോലും മടിക്കില്ല. സുഭാഷേട്ടൻ എന്ന് വെച്ചാൽ ജീവൻ അവന്. അതും പറഞ്ഞ് നീതു അവിടുന്ന് പോവാണ്. നികേഷും നിധിയും സുധിയും കൂടെ ബസ് സ്റ്റോപ്പിലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിധി ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ വരുന്നത്? സുധീർ, നിങ്ങളുടെ പിന്നാലെ ഒന്നും വരുന്നില്ല, ഈ ബസ് സ്റ്റോപ്പ് വരെ വരുന്നുള്ളൂ. നികേഷ് ആണെങ്കിൽ ആ പെൺകുട്ടിയെ കാണാതെ ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണ്. സമയമായല്ലോ, ഇതുവരെ കണ്ടില്ലല്ലോ. ഇതൊക്കെ കേട്ടിട്ട് സുധി ചോദിക്കും, നീ ആരെ പറ്റിയാടായി പറയുന്നത്? നിധി പറയും, അവനെ ഇവിടെ നോക്കാനൊക്കെ ആൾക്കാരുണ്ട്. ആ പെൺകുട്ടിയെക്കുറിച്ച് പറയാണ്. സുധി കേട്ടാ, ആണാടാ. ആ സമയത്ത് ആ പെൺകുട്ടിയും കൂട്ടുകാരിയും കൂടി വരികയാണ്. സുധിക്ക് അവളുടെ കൂട്ടുകാരിയെ വേഗം മനസ്സിലാവും, പക്ഷേ ഈ പെൺകുട്ടിയെ മനസ്സിലാവില്ല. നിധി ചോദിക്കുമോ, ഈ നാട്ടിലെ സകല പെൺകുട്ടികളെ അറിയോ ഇയാൾക്ക്? സുധീർ, ഇവിടെ ജനിച്ച് വളർന്ന ആളല്ലേ, അപ്പോൾ ഈ നാട്ടിലുള്ളവരെയൊക്കെ അറിയുമല്ലോ. ആ പെൺകുട്ടികൾ വരുമ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷ വരും, അതിൽ കയറി അവർ പോവാണ്. വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടി തല പുറത്തോട്ടിട്ട് നികേഷിനെ ഇങ്ങനെ നോക്കുകയാണ്. അത് കാണുമ്പോൾ നികേഷിന് സന്തോഷം തോന്നും. നിധിയും സുധിയാണെങ്കിൽ അവിടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിധി നികേഷിനോട് ചോദിക്കും, ആ പെൺകുട്ടി വന്ന പോലെ പോയല്ലോടാ. നികേഷ് പറയും, നിങ്ങൾ രണ്ടുപേരും കച്ചറ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, ആ പെൺകുട്ടി പോകുന്നവരെ എന്നെ നോക്കുകയായിരുന്നു. സുധീഷ് നികേഷിന് ഓരോ ടിപ്പ് പറഞ്ഞു കൊടുക്കുകയാണ്. എടാ, പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന കരുതി നമ്മൾ വെയിറ്റ് ചെയ്യരുത്, നമ്മൾ അങ്ങോട്ട് കയറി സംസാരിച്ച് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കണം. ഇത് കേൾക്കുമ്പോൾ നിധി സുധി എങ്ങനെ നോക്കും. അയ്യോ നിധി, ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സുധി അതിനെ ന്യായീകരിക്കാൻ നോക്കുകയാണ്. സുഭാഷ് പണി സൈറ്റിലെത്തിയിട്ടും ആകെ ടെൻഷനായി ഇരിക്കുകയാണ്. അവിനാശ് വന്ന് ചോദിക്കും, എന്തു പറ്റി സുഭാഷ് ഏട്ടാ? സുഭാഷ് പറയും, എന്താണെന്നറിയില്ല, ഒരു മൂഡില്ല. സുഭാഷ് ഏട്ടൻ വയ്യെങ്കിൽ ലീവ് എടുത്തോ, ഇവിടെ ഞാൻ നോക്കിക്കോളാം. ഇല്ലടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചാന്ദിനിയുടെ കാര്യങ്ങളൊക്കെ എന്തായി? അവർ അന്വേഷിച്ച് വന്നിരുന്നോ? അവിനാശ് പറയും, അവരന്വേഷിച്ച് വന്നിരുന്നു, പക്ഷേ അവൾ നിങ്ങളുടെ കൂടെ പോകുന്നതായിരുന്നല്ലോ. അമ്മ പിന്നെ ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. അതും പറഞ്ഞ് അവിനാശ് അവിടെ നിന്ന് പോകും. ബ്രോക്കർ സുഭാഷിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, എന്താണ്? സാധാരണ ഞാൻ ഓരോ പെൺകുട്ടികളെ കാണിച്ചു തരാറാണ് പതിവ്, ഇതിപ്പോൾ സുഭാഷ് എന്നെ കല്യാണത്തിന് മുൻകൈ എടുക്കുകയാണല്ലോ. സുഭാഷ് പറയും, വേഗം കല്യാണം നടക്കണം, എൻ്റെ കല്യാണം നടന്നാലേ ഹരീഷിൻ്റെയൊക്കെ കല്യാണം നടക്കുകയുള്ളൂ. ബ്രോക്കർ പറയും, ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല, പെൺകുട്ടികൾക്ക് ഭയങ്കര ഡിമാൻഡാണ്, അവർക്ക് നല്ല ജോലി വേണം, നല്ല വീട് വേണം. ആ സമയത്ത് ബ്രോക്കർക്കൊരു കോള് വരും. കോള് കഴിഞ്ഞിട്ട് ബ്രോക്കർ പറയും, കണ്ടില്ലേ, ഈ പെൺകുട്ടി ഡിവോഴ്സ് ആവാൻ നിൽക്കുകയാണ്, അവൾക്കിനി അടുത്ത കല്യാണം ആലോചിക്കുകയാണ്. ഡിവോഴ്സ് ആവണമെങ്കിൽ ഇനി 3 മാസം കൂടെ ഉണ്ട്, അതിനു മുമ്പ് തന്നെ നിശ്ചയം നടത്തി വെക്കണം പോലും. ബ്രോക്കർ ഫീസ് ഫോണിലേക്ക് ഇങ്ങ് അയച്ചാൽ മതി. അതും പറഞ്ഞ് ബ്രോക്കർ അവിടെ നിന്ന് പോകും.